ക്യാപ്റ്റൻ ഗില്ലിൻ്റെ ഉജ്ജ്വല ഇന്നിങ്സിൻ്റെ ബലത്തിൽ ഗുജറാത്ത് അങ്ങനെ കൊൽക്കത്തയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 5 വിക്കറ്റിൻ്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജയമാണ് ഗുജറാത്തിന് കൊൽക്കത്തയ്ക്ക് മേലിൽ നേടാനായിട്ടുണ്ടായിരുന്നത്. വളരെ കാര്യമായിട്ടുള്ള അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈവൻ കൊൽക്കത്തയ്ക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഗ്രീൻ ഫോമിലേക്ക് ഒന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. 5 കളികളോളം പരാജയപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്ന ഗ്രീൻ ഇന്നലെ 79 റൺസ് എടുത്തിട്ട് കൊൽക്കത്തയുടെ ടോപ്പ് റൺ ഗെറ്ററായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിനുപോലും കൊൽക്കത്തേനെ സേവ് ചെയ്യാനായിട്ട് ഒതുങ്ങുന്ന ഒരു ഇന്നിങ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഡിസിപ്ലിനായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഗുജറാത്ത് അവരെ ഒരു നിലയിൽ കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും വെൽ മെഷേർഡ് ആയിട്ടുള്ള ഒരു ചേസ് തന്നെയായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അജിങ്ക്യ രഹാനെക്ക് തുടക്കത്തിൽ തന്നെ പിഴയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നൊരു മാറ്റമായിട്ടാണ് അവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫിന്നലിന് പകരം ടിം സൈഫർട്ടിന് ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കളികളിലൊന്നും ഫിന്നലൻ ആ ഒരു വേൾഡ് കപ്പിലെ ഫോം കൊണ്ടുവരുന്ന കൊൽക്കത്ത പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും ഫിന്നലൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല കൊൽക്കത്തയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചിനായിട്ട് സൈഫർട്ടിന് കൊണ്ടുവന്നു. സൈഫർട്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നല്ല, പക്ഷേ എന്നിരുന്നാലും ഒരു ചേഞ്ചിനായിട്ട് അവർ ചെയ്തതാണ്. പിന്നീട് കഴിഞ്ഞ കളിയിൽ ആ പരീക്ഷണം മാറ്റി വെച്ചിട്ട് രഹാനെ ഓപ്പണിങ്ങിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഓപ്പണിങ് അറിയേണ്ടതെന്ന്. ടിം സൈഫർട്ട് ആദ്യം ബൗണ്ടറിക്ക് അടിച്ചിട്ടൊരു തുടക്കം കൊടുത്തു. പക്ഷേ എന്നിരുന്നാൽ പോലും പിന്നീട് രഹാനെ വന്നപ്പോൾ രഹാനെ ഫസ്റ്റ് ബോളിൽ തന്നെ സിറാജിനെ ഉയർത്തി അടിക്കാൻ നോക്കിയിട്ട് ഔട്ട് ആവുന്നതാണ് കണ്ടത്. അതായത് പവർ പ്ലേയിൽ നല്ല റെക്കോർഡുള്ള രഹാനെക്ക് തൻ്റെ ടീമിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രഷറും ബാക്കി എല്ലായിടത്തും നിന്നുള്ള പ്രഷറും തൻ്റെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യണമെന്നുള്ളത് ആ ഒരു ഷോട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ബോളിൽ ഗോൾഡൻ ഡക്ക് ആയിട്ടാണ് രഹാനെ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ബാറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രഘുവംശി ക്രീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രഘുവംശിക്കും അധികം നേരം പിടിച്ചു വെക്കാനായിട്ടില്ല. അപ്പോഴേക്കും റബാഡയുടെ ബോളിൽ രഘുവംശിയുടെയും വിക്കറ്റ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ സൈഫറിൻ്റെയും വിക്കറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ അവർക്ക് 3 വിക്കറ്റ് ഈ കളിയിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ പവർ പ്ലേയിൽ ഒരുപാട് വിക്കറ്റുകൾ പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇന്നിങ്സ് പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്ത കഴിഞ്ഞ കളികളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കളിയിലും അങ്ങനെ ഒരു സ്റ്റാർട്ട് തന്നെയാണ് കൊൽക്കത്തയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന ഗ്രീൻ ആണെങ്കിലും തുടക്കത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇത്രയും കളികളിലും അദ്ദേഹത്തിന് ഫോം ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റൺ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്നു. ഈ ഒരു കളിയിലാണെന്നുണ്ടെങ്കിലും ഒരു ആദ്യത്തെ ഒരു 10-12 ബോളിലൊക്കെ വെറും 6-7 റൺസ് മാത്രമാണ് ഗ്രീൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതേസമയം ആ ക്രീസിലെത്തിയിട്ടുണ്ടായിരുന്ന റോമൻ പവല് ആ സമയത്തൊന്ന് തകർത്തടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പവലും ഗ്രീനും കൂടി ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. പവൽ ഒരു സ്പേസ് കൊടുത്ത് ഗ്രീനിന് ഒരു ഉപകാരമായിട്ട് നമുക്ക് തോന്നി. അതായത് പവൽ അതുപോലെ അടിച്ചളിക്കാനായിട്ടും സ്കോർ ഉയർത്താനായിട്ടും ഒരു സൈഡിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്നിങ്സ് പതുക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഗ്രീനിന് ഒരു അവസരം കിട്ടി. പിന്നീട് പവൽ പോയതിന് ശേഷം ഗ്രീനിന് മനസ്സിലായി ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള ബാറ്റ്സ്മാൻമാരൊന്നും ഇറങ്ങാനായിട്ടില്ല. റിങ്കു സിംഗും രമൺദീപ് ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം ഈ സീസണിൽ നിറമങ്ങിയ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ കളിയിലെങ്കിലും എന്തെങ്കിലും പ്രകടനം കാഴ്ചവെക്കണമെന്ന് ഗ്രീനിന് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. അതുപോലെ കടന്നാക്രമിച്ചിട്ട് 6കളും 4കളും അടിച്ചു കൂട്ടാനാണ് ഗ്രീൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ ഏറ്റവും മികച്ച ബോളറായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റാഷിദ് ഖാൻ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് 6കളും 4കളും തുടരെ അടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഗ്രീൻ ഒരു ഹാഫ് മെഷർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത് ഇത് പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഗ്രീൻ അടിക്കുന്നുണ്ടായിരുന്നത്. അതായത് ഒരു ഷോട്ട് അടിക്കുമ്പോൾ അത്രയും എഫേർട്ട് ഇട്ട് അടിക്കുക, അല്ലാതെ ജസ്റ്റ് ചിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗ്രീനിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രീൻ അങ്ങനെ ഒരു സൈഡിൽ അടിച്ചു തുടങ്ങിയപ്പോൾ അനുകുൽ റോയ് അപ്പുറത്ത് വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രീൻ അനുകുൽ റോയ് ആയിട്ട് ഒരു 50 റൺ പാർട്ട്ണർഷിപ്പ് അവിടെ ഫോം ചെയ്തു. ഗ്രീൻ തന്നെയാണ് പ്രൊഡോമിനൻ്റ്ലി അവിടെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇങ്ങനെ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. 15 ഓവറിൽ ഏകദേശം 147 റണ്ണൊക്കെ എടുക്കുമ്പോൾ ഈ 4 വിക്കറ്റ് മാത്രം പോയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഒരു 200 മേലുള്ള സ്കോർ കൊൽക്കത്ത ആ ഒരു സമയത്ത് സ്വപ്നം കണ്ടിട്ടുണ്ടാവും എന്തായാലും ഗ്രീൻ ഈ ഒരു ഫോമിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ അവിടെ നിന്ന് പിന്നീട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൊളാപ്സ് കൊൽക്കത്തയുടെ ബാറ്റിംഗ് നമ്മൾ വീണ്ടും കാണണം. തുടക്കത്തിൽ കണ്ട പോലെ തന്നെ വീണ്ടും ഒരു കൊളാപ്സ് കാണുന്നു. ആദ്യം അനുകുൽ റോയുടെ വിക്കറ്റ് പോയി, അതിനുശേഷം വന്നിട്ട് രമൺദീപ് ഒന്ന് അടിക്കാൻ ശ്രമിച്ചെങ്കിലും വളരെ ക്ലെവറായിട്ട് ബോൾ എറിഞ്ഞിട്ട് വിക്കറ്റുകൾ എടുക്കാനായിട്ട് അശോക് ശർമ്മയ്ക്ക് സാധിച്ചു. അദ്ദേഹം അത്രയും ഫാസ്റ്റായിട്ട് ബോൾ ചെയ്യുന്ന അത്രയും സ്ലോ ആയിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. സ്ലോ ബോൾ എറിഞ്ഞിട്ടാണ് അദ്ദേഹം വിക്കറ്റുകൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പവലിൻ്റെയും അതുപോലെ തന്നെ രമൺദീപിൻ്റെയും. അപ്പോൾ രമൺദീപിൻ്റെയും വിക്കറ്റ് പോയതോടുകൂടി പിന്നീട് ആ സൈഡിൽ നിന്ന് മുഴുവൻ ഇങ്ങനെ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗുജറാത്ത് അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഗ്രീനിനെ ഒരറ്റത്ത് നിർത്തിയാലും മറ്റേ അറ്റത്ത് വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നിങ്സ് അവസാനിക്കുന്നുള്ള പ്ലാനോട് കൂടി അവർ മറ്റേ അറ്റം ഇങ്ങനെ ക്ലിയർ ചെയ്ത് തുടങ്ങി. അതിനുശേഷം വന്ന ബാറ്റ്സ്മാൻമാർക്ക് ആർക്കും കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് പറ്റില്ല. റിങ്കു സിംഗ് ഈ കളിയിലും നിരാശപ്പെടുത്തുന്നതായിട്ട് കണ്ടു. അപ്പം ഇങ്ങനെ സ്കോർ ഇങ്ങനെ വളരെ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരുന്നായിരുന്നത്. അങ്ങനെ 20 ഓവർ എത്തുമ്പോൾ ഒരു
സമയത്ത് 15ാമത്തെ ഓവറിൽ 147 റണ്ണോളം എടുത്തിട്ടുണ്ടായിരുന്ന ടീമിന് അടുത്തൊരു 30-33 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലൊരു കൊളാപ്സ് വന്നിട്ട് അവരുടെ 200 മേലെ പോകേണ്ടിരുന്ന ആ സ്കോർ 150-ൽ റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവർ 200 മേലെ സ്കോർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെക്കാമായിരുന്നു അവരുടെ ബോളർമാർക്ക് ബോൾ ചെയ്യാനാണെങ്കിലും. ഇൻ കേസ് നമുക്കറിയാം സുനിൽ നാരായൺ ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ കളിയിൽ നമ്മൾ നോക്കുമ്പോൾ വരുൺ ചക്രവർത്തി നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് ഇത്തരം കളിയിൽ വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ കളിയിൽ വിക്കറ്റ് എടുക്കുന്ന കണ്ടു. അതുപോലെ തന്നെ വൈഭവ് ഓററി നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് എറിയാനായിട്ടുള്ളൊരു റൺസ് സ്കോർ ബോർഡിൽ ഉണ്ടെങ്കിലല്ലേ അവർക്കത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാലും അത്ര എത്തിക്കാനായിട്ട് കൊൽക്കത്തയ്ക്ക് പറ്റില്ല. 150 റൺസ് മാത്രമാണ് അവർക്ക് അക്കൗണ്ടിൽ ചേർക്കാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ 151 ചേസ് ചെയ്യുന്നതിൽ 71 റൺസും പവർ പ്ലേയിൽ ഗുജറാത്ത് അടിച്ചെടുക്കുന്ന കണ്ടു. സുദർശനും അതുപോലെ തന്നെ ഗില്ലും കൂടിയിട്ട് തുടക്കത്തിൽ തന്നെ തകർത്തടിക്കുന്നു. ഗില്ല് ഇതുപോലെ നല്ല ആക്രമിച്ചാണ് കളിക്കുന്നത്. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ 250 മേലെ സ്ട്രൈക്ക് റേറ്റിലൊക്കെയാണ് ഗില്ല് അടിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം സുദർശൻ്റെ വിക്കറ്റ് പോയപ്പോഴും ബട്ട്ലർ വന്നപ്പോഴും ബട്ട്ലറിനെയും കൂട്ടിപ്പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി നന്നായി അടിച്ച് കളിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ടോപ്പ് 3 നല്ല രീതിയിൽ ഈ കളിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഗുജറാത്തിൻ്റെ. അതിനുശേഷം ബട്ട്ലറിൻ്റെ വിക്കറ്റ് വരുൺ ചക്രവർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള സുന്ദറിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഗില്ല് പിന്നെയും അടിച്ചുകൊണ്ടിരുന്നു. റൺസ് ഒരുപാട് ഉയർത്താനായിട്ട് നോക്കി. സുന്ദർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വിക്കറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒന്നുകൂടി എഫേർട്ട് എടുത്ത് കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊരു സിമ്പിൾ ക്യാച്ച്, ഒരു ക്യാച്ചിങ് പ്രാക്ടീസ് പോലുള്ളൊരു ക്യാച്ച് കൊടുത്താണ് സുന്ദറിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടത്. അപ്പോഴും ഗുജറാത്ത് ഒരു സമ്മർദ്ദത്തിലാണ് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നരേനൊക്കെ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും. പക്ഷേ പിന്നീട് ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നുണ്ട്. അതിനുശേഷം കുറച്ച് റൺസ് എടുക്കുന്നതിനിടെ ഫിലിപ്സിൻ്റെയും വിക്കറ്റ് നഷ്ടമായി. അപ്പോൾ ഗില്ലിൻ്റെ വിക്കറ്റ് പോയതോടുകൂടി ആ റൺസ് എടുക്കുന്നതിൻ്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞു. അവർക്ക് ലാസ്റ്റ് ഓവറിലാണ് ജയിക്കാനായിട്ട് പറ്റിയത്. അതിന് മുന്നേ തന്നെ അവർക്ക് ജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗില്ല് പോയതോടുകൂടി റൺ റേറ്റ് ഭയങ്കരമായിട്ട് സ്ലോ ആയി തുടങ്ങി. പിന്നീട് ലാസ്റ്റ് ഓവറിലേക്ക് ഒരു ഡ്രാമ വരുന്നത് നമ്മൾ തോന്നിച്ചെങ്കിലും തെവാട്ടയും അതുപോലെ തന്നെ ഷാറുഖ് ഖാനും ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങുന്ന ഷാറുഖ് ഖാനും കൂടിയിട്ട് ഗുജറാത്തിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കണ്ടു. അങ്ങനെ അവർക്ക് ഇപ്പോൾ 6 പോയിന്റായിട്ട് അവരിപ്പോൾ ടേബിളിൽ 4ാമതാണ്. കൊൽക്കത്ത ഇപ്പോഴും 10ാം സ്ഥാനത്താണ്. ഇതുവരെ അവർക്ക് ഒരു ജയം നേടാനായിട്ടില്ല. ആകെ മഴയിൽ കിട്ടിയ ഒരു പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത്. 6 കളികൾ കളിച്ചിട്ട് അതിൽ 5 തോൽവിയാണ് ഇപ്പോൾ കൊൽക്കത്തയ്ക്കുള്ളത്. അവരെന്തെങ്കിലും ഒരു കാര്യം ഒരു സൈഡിൽ ചെയ്ത് ശരിയായിട്ട് വരുമ്പോൾ മറ്റേ അറ്റത്ത് വീണ്ടും ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു കളക്റ്റീവ് പെർഫോമൻസ് കൊൽക്കത്തയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇനി അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇനി അവർക്ക് തിരിച്ചു വരണമെങ്കിൽ പോലും എല്ലാ കളിയും ഇനി അടുപ്പിച്ച് ജയിക്കണം. പക്ഷേ ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് അവർക്കത് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങൾക്ക് ശേഷം ഗ്രീൻ ഫോമിലേക്ക് തിരിച്ചെത്തി. അത് കൊൽക്കത്തയ്ക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മത്സരങ്ങളിലെല്ലാം ഗ്രീനിന് ഇതേ പ്രകടനം പുറത്തെടുക്കാനും അതുപോലെ തന്നെ തൻ്റെ ബോളിങ്ങിലും ഇതേ തരം പ്രകടനം പുറത്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും തന്നെ വിചാരിക്കാം. ഗുജറാത്ത് ആദ്യത്തെ 2 കളി തോറ്റെങ്കിലും പിന്നീട് 3 കളികൾ അടുപ്പിച്ച് ജയിച്ചിട്ടാണ് അവർക്ക് ഇപ്പോൾ 6 പോയിന്റായിട്ട് നിൽക്കുന്ന ടേബിളിൽ 4ാം സ്ഥാനത്തുള്ളത്. വരും കളികളിലും അവർക്ക് ഇതുപോലുള്ള പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ പറ്റും തന്നെ വിചാരിക്കാം. ഗില്ലൊക്കെ നല്ല ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ.